ഹായ് ഗെയ്സ്, ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊളായി കഫേ കൊളായി കേട്ടോ, കഫേ കൊളായിലോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും നല്ല വഴക്കിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് കളിപ്പിച്ച് അവനോട് തെറ്റില്ലല്ലേ, ആ വാശിയിൽ ഞാൻ മിണ്ടാനൊന്നും പോയിട്ടില്ല. അവൻ ഇങ്ങോട്ടും മിണ്ടാൻ പോയിട്ടില്ല. അവൻ എൻ്റെ ഈക്കോ ആയിട്ടുള്ളൊരു മനുഷ്യനാട്ടോ. ഞാൻ ഇങ്ങോട്ട് കൊളായിലൂടെ വരാറുണ്ട്, പക്ഷേ ഈ കഫേയിലോട്ട് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് മുമ്പ് വന്നിട്ടുള്ളൂ കേട്ടോ. കാരണം അതിലേറെ നല്ല കഫേ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഏരിയയിൽ നമുക്ക് ഉണ്ട് മലപ്പുറം ടൗണിലൊക്കെ. അപ്പോൾ ഈ ചുരം കയറിയൊന്നും വരേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമാണെന്ന് വെച്ചാൽ ഒരു 6 o'clock 6:30. അപ്പോൾ ക്രൗഡ് കുറവാണ്, അധികം ക്രൗഡൊന്നുമില്ല. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ താഴെ ഇരുന്നപ്പോൾ അവിടെ 2-3-4 ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ വേണോ മുകളിൽ വേണോ എന്ന് കൺഫ്യൂഷനായേ. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു നമുക്കിവിടെ ഇരിക്കാം. അങ്ങനെ ഉമ്മ എല്ലാം സെറ്റായി. ഹസ്ബൻഡ് എന്നോട് മിണ്ടണില്ല, അവൻ്റെ ഫേസ് കണ്ടില്ലേ. ഉമ്മ എല്ലാം സെറ്റായി, ഉമ്മ ഇരിക്കാനൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഹസ്ബൻഡ് ഇരിക്കുന്നില്ല, എന്താ സംഭവിച്ചാൽ അവന് മുകളിൽ പോയിരിക്കണം. എന്നാൽ അവന് വായ തുറന്ന് മിണ്ടിയാൽ പോരെ, പക്ഷേ ഈക്കോ അവന് സമ്മതിക്കണില്ല. അങ്ങനെ ഉമ്മ ഇരിക്കാൻ നിന്ന് ഉമ്മാനൊക്കെ വലിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ സ്റ്റെയർ കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നടന്ന് പെട്ടെന്ന് ഞാൻ ഈ ഇരുട്ട് കണ്ടപ്പോൾ ഇനി മുകളിലല്ല എന്തെങ്കിലും ഉണ്ടോ, കാരണം വലിയ ലേറ്റൊന്നുമില്ല, ഈ കുഞ്ഞേ ലേറ്റല്ലേ ഉള്ളൂ. അങ്ങനെ ടെൻഷനായി സ്റ്റെപ്പെല്ലാം കയറി പോവാട്ടോ ഞങ്ങൾ. പിന്നെ മുകളിൽ നിന്ന് വലിയ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഫുള്ള് ഇരുട്ടായി വരുന്നുണ്ട്. അപ്പോൾ ആകെ പേടിച്ചേ. പിന്നെ പോയപ്പോൾ ഓക്കെ, സെറ്റാണ്, നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അവിടെ വല്ല ക്രൗഡൊന്നുമില്ല. അതിന് 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അതിന് ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു മുകളിലാട്ടോ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇരുന്നു കേട്ടോ. ഉമ്മയും ഇവരും പിന്നെ വാശിയായി, മിട്ടുവിന് എൻ്റെ അടുത്ത് ഇരിക്കണം. അങ്ങനെ മിലു എല്ലാം സെറ്റായി വെയിറ്റ് ചെയ്യാണ്. ഉമ്മ ചിരിച്ചുകൊണ്ട് സന്തോഷത്തിൽ ഫുഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഞാനൊന്നും നോക്കിയിട്ടില്ല, നല്ല കത്തിയ പൈസയാണ്. അപ്പോൾ ഞാൻ നോക്കാതെ ഫുള്ള് എൻ്റെ ഹസ്ബൻഡിനെയാണ് ഫുള്ള് ഏൽപ്പിച്ചത്. അങ്ങനെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. എനിക്ക് ഇങ്ങനത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്രൈറ്റ് അല്ലാത്ത ലൈറ്റും, പക്ഷേ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ നല്ല പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മണ്ണ് കൊണ്ടൊക്കെ ഉള്ള. ഇതാണെങ്കിലും എൻ്റെ അടുത്തും. അപ്പോൾ എനിക്ക് അതിലേറെ ടെൻഷൻ, എന്താ ചെയ്യേണ്ടത്. അഥവാ അറിയാതെ ഒന്ന് തിരിഞ്ഞാൽ ഇത് ടപ്പൻ പൊട്ടും. നല്ല ഡെക്കോറൊക്കെ ഉണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ ആംബിയൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രസനം അടുത്ത ഞാൻ അറിയാത്ത പോലെ അഭിനയിച്ചിരിക്കുന്ന കണ്ടില്ലേ. എൻ്റെ അനിയത്തിനെ ഏൽപ്പിച്ചത് വീഡിയോ എടുക്കുക. അവളാണ് ഈ ഷെയ്ക്ക് ചെയ്ത് കുലുക്കി എല്ലാവരും ഇതാക്കിന്. ഇനി എല്ലാവരും ഇങ്ങോട്ട് വരും, ഇവിടെ ഫോട്ടോ എടുക്കുക, ഇവിടെ വെളിച്ചുണ്ടാന്ന് ഇരുത്തിയതാണ്. അവരെല്ലാം ഓടി വന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇത് അവളെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ചതാണ്, പക്ഷെ അവൾ പല തരത്തിലാക്കിയിട്ടുണ്ട്, പല ആംഗിളിലും എടുത്തിട്ടുണ്ട്. കണ്ടോ, ലൈറ്റ്സൊക്കെ നല്ലെങ്കിൽ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു വൈബ് കേട്ടോ. അധികം ബ്രൈറ്റ് ആകാതെ വെളിച്ചൊന്നും ഇല്ലാതെ. ഇത് MCT കോളേജ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ലോ കോളേജൊക്കെ അല്ലേ. അങ്ങനെ പ്ലേറ്റ് എത്തി, ഞങ്ങൾ വെയിറ്റിങ്ങിലായി. എന്തെല്ലാം ഓർഡർ ചെയ്ത് എനിക്ക് തന്നെ അറിയില്ല. സത്യം പറഞ്ഞാലേ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല കത്തുന്ന പൈസ ആയിരിക്കും, നമ്മൾ വയറ് നിറയത്തില്ല, വേറെ കാര്യം. പക്ഷേ എന്ത് ചെയ്യാനാ. ഈ സാൻഡ്വിച്ച് എനിക്ക് തോന്നുന്നു വലിയ റേറ്റ് ഉണ്ടോ എനിക്ക് തോന്നില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാതും വെച്ച് നോക്കുമ്പോൾ ഈ സാൻഡ്വിച്ച് ഇഷ്ടം. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് അഫ്ഗാനി ചിക്കനാണ്. ഞാൻ നല്ല പ്രതീക്ഷയോടെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കരുതി, പക്ഷേ അതിനൊരു വികാരമില്ലടോ. ഈ സാൻഡ്വിച്ചാട്ടോ ഞാൻ പറഞ്ഞത്, എഗ്ഗൊക്കെ ഇട്ടിട്ടാണ്, എഗ് സാൻഡ്വിച്ചാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനത്തെ ഞാൻ മിട്ടുവിന് കൊടുക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടത് ഒരു പീസ് എൻ്റെ ഹസ്ബൻഡ് എടുത്തു, അത് ഡിപ്പിലൊക്കെ മുക്കിയിട്ട് ഞാൻ കൊടുത്തു മിട്ടുവിന്. മിട്ടുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. മിട്ടുവിനാണ് അത് ആ ഹാഫ് കഴിച്ചത്. ഞങ്ങൾ വേറെ ഐറ്റംസൊക്കെയാണ് കഴിച്ചത്. മിട്ടുവിന് കണ്ടോ, അവൾ ഒറ്റയ്ക്ക് അത് കഴിക്കുന്നുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെ. പിന്നെ അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് മോമോസിൻ്റെ 2 ഡിപ്പ് ഉണ്ടായിരുന്നു. അതിൽ രണ്ടും ഒരു സ്വീറ്റാണ്, ഒന്ന് കുറച്ച് സ്പൈസും സ്വീറ്റും ആയിട്ടുള്ളതാണ്. എനിക്ക് മോമോസാണ് ഇഷ്ടമായിട്ടുള്ളത്. മോമോസിൻ്റെ സോസ് അതിലാ ഒരു സ്വീറ്റായിട്ടുള്ളത്, ഈ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ മിലുവിനോട് ഞാൻ പറഞ്ഞു, നീ ഡിപ്പ് ചെയ്യ്, ഞാൻ വീഡിയോ എടുത്ത് തരാം, കാരണം എൻ്റെ ഭാഗത്ത് വെളിച്ചമില്ല. എന്നാലും ഞാൻ അവളെ കൊണ്ട് ഞാൻ ഡിപ്പ് ചെയ്യുന്നതും കഴിക്കുന്നത് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ കണ്ടോ ക്ലാരിറ്റി ഇല്ല, എന്താവോ. ഇത് പറഞ്ഞപ്പോൾ മിലു എന്നോട് പറയാണ്, കുറച്ച് നല്ല മനസ്സൊക്കെ ആവണം, എന്നാലാണ് ഭംഗിയൊക്കെ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഞങ്ങളെ ഏരിയ കണ്ടു നല്ല വെളിച്ചം. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ എത്തിയിട്ടുണ്ട്.
പൈനാപ്പിളും അതുപോലെ ഗ്രേപ്പിൻ്റെ ജ്യൂസായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ജ്യൂസ്. അങ്ങനെ മിലുവിനെ കൊണ്ട് ഞാൻ അഫ്ഗാനി ചിക്കൻ കഴിച്ചു. അവളെ വികാരം കണ്ടില്ലേ, എന്ത് പറയണമെന്നറിയില്ല. അവൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, എനിക്കും ഇഷ്ടമായിട്ടില്ല. അവൾ എടുത്ത പീസ് തന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി, ആ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട്. പക്ഷെ ഒരു വികാരമില്ല. അപ്പോൾ ഞാൻ മോമോസിൽ കിട്ടിയ ഡിപ്പിലൊക്കെ മുക്കിയിട്ടാണ് കേട്ടോ കഴിച്ചത്. ഈ വിങ്സ് കൊള്ളായിരുന്നു, പക്ഷേ ഈ വിങ്സൊക്കെ എങ്ങനെ കഴിക്കുക എനിക്ക് അറിയത്തില്ല. അത് ഈ പകുതി മുക്കാലും ഞാൻ അവിടെ വെച്ചാൽ പോകുന്നത്, കാരണം എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ലടോ. ഈ നാട്ടിൻ്റെ ഇടയിൽ നമുക്ക് കടിച്ച് മുറിച്ച് കഴിക്കാനൊക്കെ എനിക്കെന്തോ മടിയാണ്. കണ്ടോ എൻ്റെ അനിയത്തി ഈ സ്ട്രോനെ കൊന്നിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് കുടിച്ച്. അങ്ങനെ ബില്ല് ചെയ്യാൻ പോയിട്ടോ. ബില്ല് ചെയ്യാൻ പോയപ്പോൾ മമ്മിക്ക് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. മമ്മിക്ക് ഓൾറെഡി അറിയണമെന്ന് അത്യാവശ്യം നല്ല ബില്ലാവും, എന്നാലും വയറ് ഫില്ലാവുന്നില്ല. ഇതാണ് ഈ കഫേയിലോട്ടൊക്കെ പോയാൽ ഉള്ള കുഴപ്പം. അതിലേറെ ബെറ്റർ ഓപ്ഷൻ എന്താ വെച്ചാൽ വലിയ ബ്രോസ്റ്റോ 500 രൂപയ്ക്ക് അത് തീർന്നോളും. ബില്ല് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും വലിയ ഹാപ്പി ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഈ ടൈമിലൊക്കെ വരണം, ഈ ടൈമാണ് ലേറ്റും ആളുകളെല്ലാം വരുന്നത്. ഞങ്ങളൊരു 6 o'clock പോയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഇരുട്ടത്ത് ഞങ്ങൾ നടക്കുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് മിണ്ടിയിട്ടില്ല കേട്ടോ, വേറെ കാര്യം. ഞങ്ങൾ നടക്കുക. അപ്പോൾ ഉമ്മ അറിയാം വീഡിയോ എടുക്കും. പക്ഷേ ഇതെന്താ സംഭവം അറിയില്ല, വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് വേറെ ബ്ലറായിട്ട് കാണും. അങ്ങനെ കാറിൻ്റെ അടുത്തെത്തി. അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ. അങ്ങനെ പിന്നെ ഒന്നും നോക്കാതെ എൻ്റെ ഹസ്ബൻഡ് തിരിക്കൽ. എനിക്കൊക്കെ പേടി, കല്ലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, നിരന്ന ഏരിയ ഒന്നുമല്ല, കല്ലും അതൊക്കെ ചാടി പോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പുറത്ത് കൊളായിൻ്റെ ഇപ്പുറത്ത് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്, മദീൻ കോളേജിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്, നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നിർത്തത്തൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞേ. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. എന്നിട്ട് ഏറ്റവും താഴെ പോയി നിർത്തി. എന്നിട്ടോ കാണുന്നില്ല, ശരിക്കും കാണുന്നില്ല. ഈ കുഞ്ഞൊക്കെ ബിൽഡിങ്സാണ്, പക്ഷേ അത് വിഷ്വലി ഡയറക്റ്റായിട്ട് കണ്ടാലും നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ ഇതിലോട്ട് പോകുമ്പോൾ മദീൻ സ്കൂൾ കണ്ട്. ഞാൻ ഇവിടെയാണ് കേട്ടോ പഠിച്ചത്. ലോട്ട് ഓഫ് മെമ്മറീസ് ഉണ്ട്. ഞാൻ റിയാദിൽ നിന്ന് ഫസ്റ്റ് ഒരു 6-7 വയസ്സായപ്പോൾ വന്ന ടൈമിൽ ഈ മദീന മോസ്ക് കണ്ടിട്ട് ഞാൻ കരുതി താജ്മഹൽ ഇന്ത്യയിലാണ് അറിയുള്ളൂ, കേരളത്താണെന്ന് കരുതിയിട്ട് ഞാൻ താജ്മഹലാന്ന് കരുതി. അപ്പം അങ്ങനെ ഞങ്ങൾ എത്തി. അപ്പം അത്രേ ഉള്ളൂ.